നമ്മൾ കവിതയെ കുറിച്ച് എഴുതുമ്പോൾ കവിയായ കുമാരനാശാനെ മാത്രം കണ്ടാൽ പോരാ. നാം ഒരു കുമാരനാശാൻ സ്റ്റഡി തന്നെ നടത്തിയിട്ടേ അതിലേക്ക് വരാവൂ. ഞാൻ ചണ്ടാല ഭിക്ഷുകിയെ കുറിച്ചിട്ടാണ് എഴുതുന്നത് എന്ന് ആ എൻട്രി എടുത്ത ഒരാള് ചണ്ടാല ഭിക്ഷുക്ക് മാത്രം വായിച്ചിട്ട് എഴുതിയാൽ ചണ്ടാല ഭിക്ഷുയുടെ ഹൃദയത്തെ തൊടാൻ പറ്റില്ല. ഇത് ഒരു എൻട്രിയാണ് എഴുതുന്നതെങ്കിൽ പോലും ഈ കൽക്കത്ത ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ ചെന്നൈയിലേക്ക് പോവുകയും മൈസൂരിലേക്ക് പോവുകയും ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്ത കുമാരനാശാനാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കൽക്കട്ടയിൽ എത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞു, പൂർത്തിയാകുന്നില്ല. കൽക്കത്തയിലെത്തുമ്പോൾ അന്ന് കൽക്കത്ത തീപിടിച്ച ഒരു ഇന്ത്യൻ നഗരമാണ്. ആ നഗരത്തിൽ കാമാഖ്യയുടെ സ്റ്റുഡൻ്റായി കൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ, ശ്രീ ചാമര സംസ്കൃത കോളേജ് ആവാം, ചാമരാജ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വിവേകാനന്ദ സ്വാമികളെ അദ്ദേഹം കാണുകയും ശ്രീരാമകൃഷ്ണ മിഷനുമായി അദ്ദേഹം ബന്ധപ്പെടുകയും അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ നിരന്തര സന്ദർശകനായി തീരുകയും കൽക്കത്തയുടെ തിരക്കുകൾക്കകത്ത് ഒഴുകി നടക്കുകയും ബംഗാളി പഠിക്കാൻ ശ്രമിക്കുകയും രവീന്ദ്ര സംഗീതം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കുമാരു ആ കൽക്കത്താവിൽ നിന്ന് തിരിച്ചു വരികയും കൽക്കത്തയെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതിന്റെ എനർജി കൂടി അവർ എഴുതേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ആശാനെ കുറിച്ച് ഉന്നയിച്ച നിന്ദകൾക്ക് അദ്ദേഹം തന്നെ പേര് കൊടുക്കുന്നുണ്ട്. ഇവൻ വന്യനാണെന്ന് ഇവർ എന്നോട് പറഞ്ഞു. ഇവൻ വന്യനാണെന്ന് പറഞ്ഞു. ആഗതർക്കു വിഹകസ്വരങ്ങളാൽ സ്വാഗതം പറയുമാ സരോജിനി എന്ന് നളിനിയിൽ എഴുതിയ കവിയാണ്. ഇയാൾ കവിത എഴുതിയാൽ അതിനകത്ത് മിനിമം ഒരു 50 ഏക്കർ കാടുണ്ടാവും. 10-20 ഏക്കർ വന്നിട്ട് ഇവിടെ പാഠപുസ്തകം വിറ്റ് കിട്ടിയ പണം കൊണ്ട് തോന്നയ്ക്കൽ ആശാൻ ഒരു കാട് തന്നെ ഉണ്ടാക്കി, ഉദ്യാനങ്ങൾ ഉണ്ടാക്കി. ആശാന്റെ അതിമനോഹരമായ കവിതകളിൽ ഒന്നാണല്ലോ ഗരിസപ്പ അരുവി. ഈ ഗരിസപ്പ അരുവി മൈസൂരിൽ താമസിക്കുമ്പോൾ പൽപ്പുവിന്റെ കുടുംബത്തോടൊപ്പം കാടും അരുവിയും കാണാൻ പോയ യാത്രയാണ്. ഈ ആശാനെ കുറിച്ച് അന്നുണ്ടായിരുന്ന ആരോപണം ഇയാൾ വന്യനാണ്, ഇയാൾ കാടിനോട് ഇഷ്ടമുള്ളവനാണ്, ഇയാൾ സ്വരഹീന കണ്ഠനാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. ദേശാഭിമാനി TK മാധവൻ അടക്കം കുമാരനാശാനെ കുറിച്ച് പറഞ്ഞ് ഇയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടെന്നാണ്. ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടാൽ ആളുകൾ ചിരിക്കും. പക്ഷെ ഈ അവ്യക്തമായ ഇംഗ്ലീഷ് കൊണ്ടാണെങ്കിലും അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറഞ്ഞു. സംസ്കൃത വിദ്യാശാലയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രവേശനം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയാണ് കുമാരനാശാൻ. കവി മാത്രമല്ല, കവി അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ഒരു അംശം മാത്രമാണ്. അദ്ദേഹം ഒരു മികച്ച കുടുംബനാഥനായിരുന്നു, അദ്ദേഹം ഒരു നല്ല അധ്യാപകനായിരുന്നു, അദ്ദേഹം ഒരു മികച്ച സംഘാടകനായിരുന്നു, അദ്ദേഹം ഒരു സെൻസസ് റിപ്പോർട്ട് പോലും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പാലക്കാട് ജില്ല ഉൾപ്പെടുന്ന മലബാറിലെ ഈഴവ സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം മലബാറിലൂടെ സഞ്ചരിക്കുന്ന കാലത്തായിരിക്കണം മലബാർ കലാപത്തിന്റെ ഇന്റേണൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബോധ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ദുരവസ്ഥ എഴുതിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇയാൾ പാഴ്പ്പണി ചെയ്ത് ക്ലേശിക്കുന്നവനാണ്, ശൃംഗാര ഗായകനാണ്, മൂഢനാണ്, വലിയവനെന്ന് സ്വയം ഭാവിക്കുന്നവനാണ്, തുങ്കാഭിമാനിയാണ്, കൊമ്പത്തിരിക്കുന്നവനാണ്, തീരെ ഇളയ മാന്തളിർ മോഷ്ടിക്കുന്നവനാണ്, ശൃംഗാര പല്ലവ പടച്ചരൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം. ഇളയ മാന്തളിർ എന്താണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കുമാരനാശാൻ എന്നാണ് അർത്ഥം. ആശാൻ ജീവിച്ചിരുന്നപ്പോൾ ആക്ഷേപമാണ്, ഇത് ചില്ലറ കാര്യമല്ല. ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ നേരിട്ട് കൊണ്ടാണ് അദ്ദേഹം തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. ഞാനിതാണോ എന്ന് നിങ്ങൾ പറയൂ, ആശാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? ഇയാൾ അന്യ വീടുകളിൽ പാർത്ത് ഭ്രഷ്ട് നേരിട്ടവനാണ്, ദുർമാർഗചാരിയാണ് എന്ന് പറഞ്ഞിട്ട് ആശാൻ തന്നെ മാനിഫെസ്റ്റോ പറയും. ഈ വണ്ണം അന്യപരിഹാസ വിമർദ്ദമേറ്റ് ധാവള്യമേറിയ ഭവദ്ഗുണം ഉജ്ജ്വലിക്കും. എനിക്ക് ഏതെങ്കിലും ഒരു ജാജ്വല്യമുണ്ടെങ്കിൽ, ഞാൻ ഉജ്ജ്വലനാണെങ്കിൽ, ഞാൻ മഹാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവരൊക്കെ കൂടെ എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചത് കൊണ്ടാണ്. എൻ്റെ ദേഹത്ത് ഈ തിളക്കത്തിന്റെ നീര് എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ സാധനം. ഇടി കൊള്ളുന്തോറും നീരിന് തിളക്കം വർദ്ധിക്കുമെന്നാണല്ലോ. അപ്പൊ കുനിച്ചു നിർത്തി തുണിയിൽ പച്ച തേങ്ങ പൊതിഞ്ഞിടിക്കുന്ന പഴയ SI-മാരുടെ തന്ത്രം ഉണ്ടല്ലോ. ഇടി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഗുണ്ടകളൊക്കെ കാണാൻ നല്ല ചന്തമുള്ളവരായിരിക്കും, അവരിങ്ങനെ നല്ല തിളക്കമുള്ളവരായിരിക്കും. അവരുടെ മുഖത്ത് ഇടിപ്രസാദം എന്ന് പറയുന്ന ആ ഓജസ് ഉണ്ടായിരിക്കും. ഓജസ്സിനെ കുറിച്ച് പറഞ്ഞ ഔചിത്യകാരനും അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാവ്യ ഗുണമാണ് ഓജസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടെ തലങ്ങും വിലങ്ങും
എന്നെ അടിച്ച ആ ഓജോ ധാവള്യമാണ് നിങ്ങൾ എൻ്റെ കവിതയിൽ കാണുന്നത് എന്ന് കോൺഫിഡൻ്റായി പറഞ്ഞ കുമാരനാശാന്റെ വ്യക്തി ജീവിതത്തിന് ഈ ഓരോ എൻട്രിയിലും പ്രാധാന്യമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കുമാരനാശാന്റെ കവിതയെ പറ്റി സംസാരിക്കാൻ 1978 അതോ 76 കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിലേക്ക് വന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അന്ന് തന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു കാര്യം സർവകലാശാലയിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, കവിത മാനസിക സുഖം മാത്രമല്ല തരുന്നത്, അത് ശാരീരികമായ ചലനങ്ങളെയും ഉൽപ്പാദിപ്പിക്കും. കവിത വായിക്കുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥികൾ പ്രവർത്തിക്കും എന്ന് വൈലോപ്പിള്ളി പറഞ്ഞു. വൈലോപ്പിള്ളിക്ക് എവിടെ നിന്നാണ് ഈ റെഫറൻസ് കിട്ടിയത് എന്നുള്ളത് ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു, എനിക്കത് കിട്ടിയില്ല. വൈലോപ്പിള്ളി ഒരു ബോട്ടണി സ്കോളർ കൂടി ആയതുകൊണ്ട് കവിത ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ പ്രവർത്തിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് കുമാരനാശാന്റെ കവിതയ്ക്ക് ഒരു കിരീടം കൊടുത്തിട്ടാണ്. ഈ ഗവേഷണത്തെ പൂർത്തിയാക്കി പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള സാഹിത്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അനശ്വര സ്മാരകമായിരിക്കും ഈ വിജ്ഞാനകോശം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാന്റെ കവിതയെ മനസ്സിലാക്കാൻ ഞാനൊരു 5 പാരാമീറ്റർ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ആശാന്റെ കവിതയിൽ പ്രാഥമികമായ മമത എത്രത്തോളം ഉണ്ട്, ആശാന്റെ ഉള്ളിൽ റിവറി എന്ന് പറയാൻ പറ്റുന്ന സ്വപ്നാത്മകത എത്രത്തോളം ഉണ്ട്, ആശാന്റെ കവിതയിൽ എത്രത്തോളം വെളിപാടുണ്ട് ജീവിതത്തിലും, ആശാൻ എത്രത്തോളം കർമ്മോത്സുകനാണ്, ആശാൻ സെൽഫ് റിഫ്ലക്സീവ് എന്നുള്ള അർത്ഥത്തിൽ എത്രത്തോളം ഉയരത്തിൽ നിൽക്കുന്നു എന്നത് പരിശോധിച്ചാൽ തന്നെ ആശാൻ കവിതയിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ ആവേശം ഇരട്ടിക്കും. അതിലൊന്നാമത്തേത് പ്രാഥമികമായ മമതയാണല്ലോ. ഈ മമത എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാനത്തിലെ ഒരു വലിയ ആശയമാണ്. അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം എന്ന് ഗുരു അനുകമ്പാ ദശകത്തിൽ എഴുതിയ അൻപാണ് ഈ മമത. ഈ മമതയാണ് സത്യത്തിൽ ചണ്ടാല ഭിക്ഷുകിയെ നിർമ്മിക്കുന്നത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശുനി ഓമലേ തരൂമെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൽ അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ. ഞാൻ വെള്ളം തരൂലെന്നാ പറഞ്ഞു. ഇത് പിൽക്കാലത്ത് ഈ ആനന്ദൻ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആനന്ദനും ചാമരജാതിയിലെ പെണ്ണാണല്ലോ. ഈ ആനന്ദൻ സത്യത്തിൽ പിന്നീടാണ് ജനിച്ചത്. ഈ ആനന്ദൻ സാക്ഷാൽ ആനന്ദ തീർത്ഥനാണ്. ഈ ആനന്ദ തീർത്ഥൻ ഇന്ത്യയിൽ നടമാടുന്ന അയിത്തത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച മനുഷ്യനാണ്. തമിഴ്നാട്ടിലൊക്കെ വെച്ച് അദ്ദേഹത്തിന് ക്രൂര മർദ്ദനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയും. രത്നഗിരി ജില്ലയിലൂടെ സബർമതി ആശ്രമത്തിലേക്ക് പോവാണ് ഗാന്ധിയെ കാണാൻ. രത്നഗിരി ജില്ലയിലൂടെ മഹാരാഷ്ട്രയിലൂടെ കടക്കുമ്പോൾ ദാഹിച്ചു വലഞ്ഞിട്ട് അദ്ദേഹം ഒരു കോളനിയിൽ ചെല്ലുന്നു. അപ്പൊ അവർ ഇതേ ആനന്ദന്റെ അവസ്ഥയാണ്. അങ്ങ് ഉയർന്ന ജാതിയാണ്, അങ്ങേക്ക് വെള്ളം തരാൻ വകുപ്പില്ല ജാതിയിൽ എന്നാണ് പറയണത്. അപ്പൊ ആനന്ദൻ ദാഹിച്ചിട്ട് സവർണരുടെ ഒരു സ്ഥലത്ത് ചെല്ലും. അവർ പറയും, അവർണരുടെ കോളനിയിൽ കടന്ന് അയിത്തമായതിനാൽ നിനക്ക് ഇവിടെ നിന്നും വെള്ളമില്ല. അതുകൊണ്ട് ജാതി ബാധിക്കാത്ത മറ്റൊരു മതസ്ഥന്റെ വീട്ടിൽ ചെന്ന് ആനന്ദൻ വെള്ളം കുടിച്ചത് കഥയല്ല, ജീവിതമാണ്. ആ ജീവിതത്തെ ഒരുപക്ഷെ പറയുന്നൊരു കഥയായി കൂടി ചണ്ടാല ഭിക്ഷുവിക്ക് പ്രസക്തിയുണ്ട്. ഇത് കഥയല്ല, ജീവിതമാണ്. ആനന്ദനോട് പറയാം, അല്ലലാലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ. ഇതാണ് മമത. പിന്നീട് പറയണുണ്ടല്ലോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ ഭീതി വേണ്ട തരികതെനിക്കു നീ. വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്തു കഴിയുമ്പോ സ്വാമി പറയുന്ന വാക്ക്, പുണ്യശാലിനി നീ പകർന്നിടുമി തണ്ണീർ തന്നിടെ ഓരോരോ തുള്ളിയും. ഈ വെള്ളത്തെ ഒറ്റ യൂണിറ്റായിട്ടല്ല കുമാരകവി സങ്കല്പിക്കുന്നത്. സാധാരണ ഇപ്പം ഞാനാണ് ഈ കവിത എഴുതുന്നതെങ്കിൽ വെള്ളം കൊടുത്തു എന്ന് എഴുതും. പക്ഷെ ആശാൻ അതിനെ വിഭാവന ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് ഔചിത്യമെന്ന ഗുണവും അല്ല സത്യത്തിൽ. ഇത് നമ്മൾ പ്രതീയമാനം പുനരന്യ ദേവഹ വസ്തുസ്തി വാണീഷു മഹാകവീനം എന്ന് പറയുമല്ലോ. കൊടുത്ത വെള്ളത്തിന്റെ ഓരോരോ തുള്ളിയും എന്നാണ്. കവി ഓരോരോ തുള്ളി കാണുക. ഇതാണ് കവിയുടെ കാവ്യദൃഷ്ടി. ആ കവിയെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ പോണേ. നമ്മൾ എഴുതുമ്പോൾ ഒറ്റ പ്രസം കൊണ്ട് കവിയെ നോക്കിയാൽ പോരാ. കുമാരനാശാനെ എടുത്ത് ഓരോരോ തുള്ളിയായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ, വെള്ളം എന്ന പ്യൂരിഫിക്കേഷൻ ഏജന്റാണ്. ജാതിയെ കഴുകിക്കളയാൻ വേണ്ടി കുമാരനാശാൻ ഉപയോഗിച്ച പ്യൂരിഫിക്കേഷൻ ഏജന്റാണ്.
ആ കുമാരനാശാനാണ് പറയണത്, തന്റെ സ്വപ്നാത്മകത ആക്ഷേപിക്കപ്പെട്ടിരുന്നു. ഞാൻ കാടേറിയപ്പോൾ ഇവൻ കാടൻ എന്നിവർ പറഞ്ഞു, ഞാൻ കാടിനകത്ത് ജീവിക്കുന്നവനാണ് എന്നിവർ പറഞ്ഞു. ഈ കാടിനകത്ത് ജീവിച്ചത് കൊണ്ടാണ് കുമാരനാശാന്റെ കവിതയിൽ കാട് വരുന്നത്. ആഗതർക്ക് വിഹഗസ്വരങ്ങളാൽ സ്വാഗതം പറയും ആ സരോജിനി. ഒറ്റ കൊട്ടേഷൻ ചോദിച്ചിട്ടാ നമ്മളൊരു ചർച്ച തുടങ്ങുന്നത്. അതായത് നിങ്ങൾ പറയൂ വിസിനീതന്തു മരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാഥ മൃഗാംഗ കൈതൊഴാം എന്നെഴുതിയ ഒരു കവിയെ നിങ്ങൾ പഠിക്കൂ. കുട്ടികൾ പറയാം, അയ്യോ ഇത് പറ്റൂല കേട്ടോ, ഇത് താങ്ങത്തില്ല എന്ന് പറയും. എന്തോന്നാണ് ലസിതസ്നാഥ മൃഗാംഗൻ, ഒരു വിസിനീതന്തു മരീചികേശൻ? നോക്കൂ, ഇത് കുമാരനാശാന്റെ വരികളാണ്. കുമാരനാശാന്റെ ലസിത സ്മിതത്വത്തിന് ആ ആഴമുണ്ട് എന്നാണ് അർത്ഥം. ഇത് കാടിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിന്താവിഷ്ടയായ സീത മുഴുവൻ കാടിനുള്ളിലല്ലേ നടക്കുന്നത്. നളിനിയും ലീലയും നടക്കണ മൊത്തം കാട്ടിലാണ്. വീണപൂവ് പോലും കാട്ടിലാണോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട്. അത് പാലക്കാട് ഗുരുവിനെ ചികിത്സിച്ച് കിടത്തുന്നതാണെന്ന് പറയുന്നെങ്കിലും അതിലെ വീണ സുമം സത്യത്തിൽ കാട്ടിനുള്ളിലെ സുമമാണെന്നും ആ കാട്ടിനുള്ളിൽ ഇരുന്ന് ഹാ ശാന്തി ഔപനിഷദോക്തികൾ നൽകൂ, അത് നാഗരികമല്ല. അതുകൊണ്ട് നഗരത്തെ കുമാരനാശാൻ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണല്ലോ വിമർശിച്ചിട്ടുള്ളത്. നാഗരിക പൗരിമാരെ കുറിച്ച് പറയുമ്പോൾ ദുരയും ദുർവ്യതിയാന ശക്തിയും ഈർഷ്യയും പെരുത്ത ഈ ജാതികളല്ല കാട്ടിനുള്ളിലെ കാനനവാസികളായ ഈ ആശ്രമവാസികൾ ആയിട്ടുള്ളവർ എന്ന് കുമാരനാശാൻ പറയും. ഇതിന് ഇന്നത്തെ കാലത്തെ പ്രസക്തി, ഈ കാടിനെ നമുക്ക് ഇന്നത്തെ നിലയിൽ തന്നെ വായിച്ചെടുക്കാൻ പറ്റും. ആശാൻ എങ്ങനെ സമകാലികനാവുന്നു എന്നുള്ളൊരു സാധനം പറയാം. ആഗതർക്ക് വിഹഗസ്വരങ്ങളാൽ സ്വാഗതം പറയുന്ന സരോജിനി കാവ്യഭാഷയിൽ പഴയതാണെന്ന് തോന്നുമെങ്കിലും കാഴ്ചയിൽ ഏറ്റവും സമകാലികമാണെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്ന് എൻ്റെ സൂചന. ക്ഷണമാത്ര വിയോഗമുൾത്തടം വ്രണമാക്കുംപടി വാച്ചതെങ്കിലും പ്രണയം തലപൊക്കിടാതെ ഇന്നണലിപ്പാമ്പു കണക്കെ നിദ്രയായി. ഈ പാമ്പ് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ആദ്രേ ലോഡിന്റെ പിൽക്കാലത്ത് എഴുതപ്പെട്ട കോൾ എന്ന കവിതയുമായിട്ട് വേണമെങ്കിൽ ചേർത്ത് വായിക്കാമെന്നൊരു അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റും. ഹൗ എ ഡയമണ്ട് കംസ് ഇൻ ടു എ നോട്ട് ഓഫ് ഫ്ലെയിം, ഹൗ എ സൗണ്ട് കംസ് ഇൻ ടു എ വേർഡ് കളേർഡ്. കോൾ കൽക്കരിയെ കുറിച്ച് പറയാം. ഇറ്റ്സ് കംസ് ഫ്രം ദി എർത്ത് ഇൻസൈഡ് എന്ന് പറയണ. സത്യത്തിൽ സീത അതല്ലേ? സീത ഉഴവുചാലിൽ നിന്ന് വന്നവളാണല്ലോ സീത. ആ സീതയെ കുറിച്ച് പറയുന്നതിനകത്ത് ഈ അണലിപ്പാമ്പിനെ കുറിച്ച് കൊടുക്കുകയാണ്. ഈ അണലിപ്പാമ്പ് പെറ്റ് കിടക്കുന്നതിനെ കുറിച്ചാണ് ആദ്രലോഡിന്റെ വാക്ക്. സം വേർഡ്സ് ലിവ് ഇൻ മൈ ത്രോട്ട് ബ്രീഡിങ് ലൈക്ക് ആഡേഴ്സ് എന്നാണ്. അതിനടുത്ത് പോയാൽ അത് ആ ഹിംസാത്മകമായി നമ്മൾ ആക്രമിക്കും. അതിന്റെ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞാൽ അണലി ലോകത്തിലെ ഏറ്റവും രൂക്ഷമായ ആറ്റം ബോംബായി പ്രവർത്തിക്കും. ആ അണലിപ്പാമ്പിന്റെ ആക്രമണത്തെ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഈ അണലിപ്പാമ്പിന്റെ നിദ്രയെ സങ്കല്പിച്ചെടുക്കുക അസാധാരണമായിട്ടുള്ള ഒരു കാവ്യ പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ, ഭാവനയിൽ, പ്രയോഗങ്ങളിൽ, സാമ്യോക്തികളിൽ, അലങ്കാരങ്ങളിൽ കുമാരനാശാൻ പ്രയോഗിച്ച സൂക്ഷ്മതയെ വിട്ടുകൊണ്ട് കുമാരനാശാനെ കുറിച്ച് ഒരൊറ്റ വരി എഴുതുന്നത് പാപമാണെന്നാണ് അർത്ഥം. നമ്മൾ ആശാനെ കേവലമായി അടയാളപ്പെടുത്താൻ പാടില്ല. ആ ആശാൻ ബുദ്ധനെ തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി വികസിപ്പിച്ചെടുത്തതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കുമാരനാശാന്റെ വെളിപാടിനെ കുറിച്ചിട്ടാണ്. AR രാജരാജവർമ്മ നമ്മളെല്ലാം വിട്ടുപോയി. കാണും മട്ടിൽ ഇടക്കിടയ്ക്ക് തെളിവോരിത്താര ചക്രോൽക്കരം പൂണും തേരുകളേറി മേഘമൊഴിയും വിണ്ണിന്റെ ഖണ്ഡങ്ങളിൽ താണും പൊങ്ങിയുമങ്ങടുത്തു മകലത്തായും തിരക്കായിതേ ചേണുറ്റീടിന വിദ്യയാൽ സ്ഥിരപദം പ്രാപിച്ച വൈമാനികർ. ചേണുറ്റീടിന വിദ്യയാൽ സ്ഥിരപദം പ്രാപിച്ച വൈമാനികർ. ഇതിലെ വൈമാനികർ ദേവന്മാരെ കുറിച്ചിട്ട് പറയുക. ഈ വൈമാനികർ ഇരുന്ന് നോക്കുമ്പോൾ ഈ മരണത്തിന്റെ ആഘാതത്തെ കുറിച്ച് പറയാം. എന്ന് പറയുമ്പോൾ ഇതൊരു ഹൈ ആംഗിൾ വിഷ്വലാണ് ഈ സാധനം. മുകളിലൂടെ പോകുന്ന ഒരാൾ താഴെ മരിച്ചു കിടക്കുന്നതിനെ കണ്ടിട്ടുള്ള ആഘാതത്തെ കുറിച്ച് പറയുകയാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഉയർന്ന ആംഗിളിൽ നിന്ന് കണ്ടാലേ താഴോട്ട് കാണാൻ പറ്റും. കുമാരനാശാന്റെ ചില സങ്കല്പങ്ങളെ അനലൈസ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നാൽ പോരാ. നമ്മുടെ മനസ്സൊരല്പം മുകളിൽ പോയിട്ട് മുകളിൽ നിന്ന് താഴോട്ടൂടെ നോക്കണം. ഒരൊറ്റ ആംഗിൾ അല്ല ആശാനെ വായിക്കാൻ, പല ആംഗിൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ആശാന്റെ മതദർശനത്തിൽ പോലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
ഈ ആശാനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം ആശാൻ ശൃംഗാര കവിത എഴുതി എന്നൊക്കെയാണ്. തെറ്റാണത്. ആശാൻ ശൃംഗാര കവിതകൾ എഴുതി നടന്നപ്പോൾ കുമാരനാശാനെ ഗുരു ശാസിച്ചുവെന്നും ആശാൻ അതോടുകൂടി ശൃംഗാര കവിത അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സാഹിത്യ ചരിത്രപരമായി ചേരുന്ന കാര്യമല്ല. ആശാന്റെ കവിത കുതിക്കുന്ന കവിതയായിരുന്നു, ഒരു ഡെഡ് ബോഡി അല്ല. അതുകൊണ്ട് ടാഗോർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അന്ന് ടാഗോറിനെ പുകഴ്ത്താൻ വേണ്ടി ആശാൻ എഴുതി കൊടുത്ത ദിവ്യ കോകിലം, ടാഗോർ മംഗളം എന്ന കവിത നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അവ്യേനാമീശന്റെ ആരാമരത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്നു എന്ന വരികളൊക്കെ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഓജസ്. ഓജസ്സും തേജസ്സും ഇന്ന് മലയാളിക്ക് അപൂർവമായ രണ്ട് പ്രയോഗങ്ങളല്ല. ഈ ഓജസ്സും തേജസ്സും ജീവിതത്തിൻ്റെ ആ റിഫ്ലക്ഷൻ ആണെങ്കിൽ ആ ഓജസ് കൊണ്ട് എഴുതപ്പെട്ട കവിതയാണ് ദുരവസ്ഥയടക്കമുള്ള കൃതികൾ, ദിവ്യഗോകുലം പോലുള്ള കൃതികൾ. എപ്പോഴും ഊർജ്ജസ്വലനായ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ എഴുതിയ ഒരു നാടകം രാത്രിയിൽ വായിച്ചു കേട്ടിട്ട് ശിശിർ കുമാർ ദാസ് എന്ന ബംഗാളിലെ ഏറ്റവും വലിയ നടൻ ടാഗോർ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ശിശിറിനോട് ചോദിച്ചു, ശിശിർ ദാ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മൈ റൈറ്റിംഗ്? ശിശിർ പറഞ്ഞത്, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അങ്ങ് പരിഭവിക്കുമോ? ഇല്ല, പറഞ്ഞോളൂ. വളരെ മോശമാണ് കേട്ടോ കവേ, ഇതൊരു പന്ന നാടകമാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടാഗോർ അത് കീറിക്കളഞ്ഞപ്പോൾ എല്ലാവരും ശിശിറിനോട് പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ കാണിച്ചത്, ഇത് പറയരുതായിരുന്നു. കവി വിശ്വഭാരതിയുടെ ഉള്ളിൽ വെച്ച് നടന്ന കാര്യമാണ്. പക്ഷെ അന്ന് ടാഗോർ പറഞ്ഞു മരുമകളോട്, അവരോട് പോകരുതെന്ന് പറയും, ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പറയും. രാത്രി ശിശിർ രണ്ടെണ്ണം അടിച്ചിട്ട് തനിക്ക് അനുവദിച്ച ഹട്ടിലൂടെ പുറത്ത് നോക്കുമ്പോൾ കവി എഴുത്തുമുറിയിൽ ലൈറ്റ് ഇട്ട് എന്തോ ചെയ്യുകയാണ്. കവി ഉറങ്ങിയിട്ടില്ല. 1 മണി, 2 മണി, 3 മണി, 4 മണി. 7 മണിക്ക് പ്രഭാത ഭക്ഷണത്തിന് കൂടിക്കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും അവരെ കാണണമെന്ന് പറയും. കണ്ടു കഴിഞ്ഞപ്പോൾ ടാഗോർ കവി വന്നിട്ട് ഒരു കൃതി എടുത്ത് വായന ആരംഭിച്ചു. വലിച്ചു കീറിക്കളഞ്ഞ നാടകത്തിന്റെ അതേ പ്രമേയം ടാഗോർ വീണ്ടും എഴുതിയ രാത്രി. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ശിശിറിനോട് ചോദിച്ചു, ശിശിർ, ഇനി പറയൂ, എൻ്റെ നാടകം എങ്ങനെയുണ്ട്? അതിഗംഭീരമായിരിക്കുന്നു കവേ. ഇത് കീറിക്കളയാൻ ടാഗോർ കാണിച്ച ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് ആ കവിയുടെ ആത്മവിശ്വാസം, ആ ധൈര്യമാണ് ഓജസ്. ഈ ഓജസ്സുള്ള കവിയെ ദിവ്യഗോകുലത്തിൽ അടയാളപ്പെടുത്തുകയാണ് കുമാരനാശാൻ. എന്നിട്ട് ഈ കവിത പാടിയത് മധുരഖണ്ഡം കൊണ്ട് സി കേശവനാണ്. നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തൊരു വലിയ മൈതാനത്ത് പ്രത്യേകം കെട്ടിയ പന്തലിൽ ടാഗോർ ഇരിക്കുമ്പോൾ സി കേശവൻ സുന്ദരമായി ഈ കവിത ചൊല്ലിക്കൊടുത്തു. ഇത് എഴുതി കൊടുക്കുമ്പോൾ ടാഗോറിന്റെ ഹൃദയം ആനന്ദ ദുന്ദുഭിലമായി എന്ന് വേണമെങ്കിൽ ചരിത്രകാരന്മാർക്ക് പറയാൻ പറ്റും. സച്ചിദാനന്ദ സ്വാമി ടാഗോറും ഗുരുവും കണ്ടുമുട്ടിയതിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കവിയെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെന്നുള്ള ബോധ്യം ഞാനടക്കമുള്ളവർക്ക് ഉണ്ടാവണം. ടാഗോറിന്റെ മനസ്സിനെ പടകാഹളം കൊട്ടിച്ച വാക്കുകളുടെ ഉടമസ്ഥനായ കുമാരനാശാനെ പറ്റി എഴുതുമ്പോൾ കുമാരനാശാൻ ഇന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയത് വായിച്ചു കുമാരനാശാന്റെ ഹൃദയവും പടപടാൻ പിടിക്കണം. എന്ത് മനോഹരമായ ഭാഷയിലാണ് ഇവർ ഇത് എഴുതിയിരിക്കുന്നത്. ആ കവി താൻ മരണത്തിലേക്ക് മുക്കിളിയിടുമ്പോൾ, മരണം തന്നെ വന്നു തൊടുമ്പോൾ എഴുതിയ ചൊല്ലിക്കൊണ്ടിരുന്ന കരുണയിലെ വരികൾ, രക്തമെല്ലാം ഒഴുകിപ്പോയി, ക്ഷയിച്ചു ശക്തി, സിരകൾ റിക്തമായി, പ്രാണപാശം അറുമാറായി, ആ കിടപ്പിലും അവളാ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല, രാഗവൈഭവം കണ്ടോ, രാഗവൈഭവം കണ്ടോ. വെട്ടിപ്പിരുത്തിട്ടിരിക്കുക. ഇത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയറ്റാണ്. ഒരു കഥയായി അവതരിപ്പിക്കുകയല്ല. ചണ്ഡാല ഭിക്ഷുകിയിൽ പോലും ഈ ലക്ഷ്മി നരസുവിന്റെ കഥയെടുത്ത് അപ്പടിയങ്ങ് ആവിഷ്കരിക്കുകയല്ല, അതിനെ പൊളിറ്റിസൈസ് ചെയ്യുകയാണ്, അതിന് ജീവൻ കൊടുക്കുകയാണ്. കാവ്യജീവൻ കൊടുക്കുന്ന അസാധാരണമായ കല നടത്തിയ കുമാരനാശാൻ തെറാപ്യൂട്ടിക് ആണെന്ന് കൂടി പറഞ്ഞാലാണ് എനിക്ക് സമാധാനമാവുക. കാരണം ചുമ്മാ ഇരുന്ന അന്തർജനത്തിനെ പിടിച്ചിട്ട് ചാത്തന്റെ കുടിലിൽ കൊണ്ടിരുത്തി, എന്നിട്ട് അവർക്ക് കപ്പ ചുട്ടതും താമരപ്പൂവും സമ്മാനമായി കൊടുത്തു. ജീവിതത്തിൽ ഇതുവരെ അവൾക്ക് ഈ 2 സാധനം ആരും കൊടുത്തിട്ടുണ്ടാവില്ല. വീടിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇത്രമേൽ പ്രണയത്തോടെ ഒരു മനുഷ്യനും അവളെ നോക്കിയിട്ടുണ്ടാവില്ല. ഇത്രമേൽ സ്വാസ്ഥ്യം അവൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇത്രമേൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം അവളുടെ ശരീരത്തിലേക്ക് വന്നു വീണിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അവൾ ഇരുന്നേടത്ത് തന്നെ ഇരുന്നിരുന്നെങ്കിൽ
മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ എഴുതിയതുപോലെ ഒടുവിൽ കണ്ണു അടിച്ചുപോയി അടുക്കളയ്ക്കകത്ത് ഏതെങ്കിലും അപ്പൂപ്പന്റെ ഭാര്യയായി ജീവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ആശാൻ അവൾക്ക് ജീവിതം കൊടുത്തു. അധ്വാനിക്കുന്ന നല്ല കരുത്തുള്ള ഒരുതിനെ അവളുടെ ജീവിത പങ്കാളിയാക്കി മാറ്റി. എന്നിട്ട് ആശാൻ പറഞ്ഞു, ഈ കെട്ട ജാതി കോമരങ്ങൾ തകർത്തല്ലാതെ ഹിന്ദുധർമ്മം രക്ഷപ്പെടില്ല. ഈ ജാതി രാഷ്ട്രീയം അവസാനിക്കണം. സ്നേഹത്തിന്റെ ആ ചൂട് മധുരം അവൾക്ക് എടുത്തു കൊടുത്തു. ആ കവിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വാക്കെഴുതിയാൽ, ഒരു വാക്യം എഴുതിയാൽ, ആ വാക്യത്തിന്റെ ഡെപ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ആ വാക്യത്തിന്റെ ഡെപ്ത് കുമാരനാശാനോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കടപ്പാടായിരിക്കും. ആ കടപ്പാടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന നല്ല കിളിവാതിലുകളായി തീരട്ടെ ഈ തുറന്നിട്ട ജാലകങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്നു അതിമനോഹരമായ കാറ്റുകളായി തീരട്ടെ ആശാനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാം.